ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ. റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന, സമ്പാദ്യ മുതലിൽ മുന്ന് മോനക്ഫാന. അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന, മണ്ണിന്റെ തലയണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബറെന്നൊരു വലിയ ഭയാനകമാണ് പെങ്ങളെ. ഖബറിന്റെ ഭീകരത എത്ര ഭീതിതമാണ് സഹോദരാ. കറണ്ടൊന്ന് പോകുന്ന നേരത്ത് നിന്റെ റൂമിന്റെ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ട് നീ നിന്റെ ബെഡിൽ ഏകാന്തമായൊന്ന് കണ്ണടച്ച് കിടന്നിട്ട് ഞാനിപ്പോൾ കിടക്കുന്നത് ഖബറിലാണെന്ന് ജസ്റ്റ് ഇമാജിനേഷൻ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ മോളെ. ആരാണ് ഖബറിന്റെ ഭീതിതമായ ഭീകരമായ ഭീഭത്സമായ രാക്ഷസീയ വന്യമായ കൂരിരുട്ടിന്റെ അഗാധതയിൽ 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ പള്ളി ശ്മശാന ഭൂമിയിലെ ഏകതയുടെ മൂകതയുടെ അന്തരാളങ്ങളിൽ കടന്നു വരാൻ ധൈര്യമുള്ളത് ആർക്കാണ്? ആർക്കും ധൈര്യമില്ല. ആ ഭയാനകമായ ഖബർ, ആ ഭയാനകമായ ഖബറിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നടക്കുക എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയുമോ? കഴിയില്ല. കാണാൻ കഴിയുമോ? കഴിയില്ല. എന്താണ് ഖബറിന്റെ ഉള്ളിൽ? അവിടെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യത്തില്ല, അവിടെ ബെഡ് ഉണ്ടാവത്തില്ല, അവിടെ പിലോസുകൾ ഉണ്ടാകത്തില്ല, അവിടെ മണ്ണ് വിരിച്ച തറയാണ്. ആ ഖബറിന്റെ അകത്ത് ഞാനും നിങ്ങളും കിടക്കേണ്ടവരാ.